നമ്മൾ എടുത്തു പറയേണ്ടത് ഡയറക്ടർ നെൽസനെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഫിലിം കരിയറിനെ പറ്റി നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. 13 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രോജക്റ്റ് തുടങ്ങുന്നത്. അത് ചിമ്പു നായകനായ വേട്ടൈ മന്നൻ എന്ന മൂവിയായിരുന്നു. ഇന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ട്രെയിലർ നമുക്ക് കാണാം. പക്ഷെ ആ സിനിമ സംഭവിച്ചില്ല, ആ സിനിമ പൂർത്തിയായില്ല. തുടക്കത്തിലെ തന്നെ ആ സിനിമ നിന്നുപോയി. പക്ഷെ ഇപ്പോഴും യൂട്യൂബിൽ അതിന്റെ ട്രെയിലർ നമുക്ക് കാണാൻ പറ്റും. 13 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം നെൽസൺ ചാനലുകളിൽ വർക്ക് ചെയ്തു, തമിഴിലെ ബിഗ് ബോസ് ഡയറക്ട് ചെയ്തു. അങ്ങനെ പൊക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യത്തെ ബ്രേക്ക് ഉണ്ടാവുന്നത് കോലമ്മാവ് കോകിലയിലൂടെയാണ്. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. പേര് പോലെ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ആ സിനിമയും. നയൻതാരയുടെ നായകനായി അന്ന് എത്തിയത് യോഗി ബാബു ആയിരുന്നു. എല്ലാവരും ഞെട്ടി. യോഗി ബാബു നയൻതാരയെ പ്രേമിക്കുന്ന ഒരു പാട്ടും നെൽസൺ നമുക്കന്ന് സമ്മാനിച്ചു. അതുവരെ കാണാത്തൊരു സിനിമാ സ്ട്രക്ചർ ആയിരുന്നു കോലമ്മാവ് കോകിലയിൽ ഉണ്ടായിരുന്നത്. ഡാർക്ക് കോമഡി എന്ന അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറിന്റെ മന്നനായിട്ട് മാറി നെൽസൺ. ഏറ്റവും വയലൻസ് ഉള്ള സിറ്റുവേഷനിൽ എങ്ങനെ ഒരു തമാശ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ പ്രേക്ഷകനെ ചിരിപ്പിക്കാം എന്ന് നെൽസൺ നമുക്ക് ആ സിനിമയിൽ കാണിച്ചു തന്നു. ഒറ്റ പടം കൊണ്ട് തന്നെ ഇൻഡസ്ട്രി മൊത്തം അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ വന്നു. അത്തവണയും ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അനിരുദ്ധും നെൽസനും ശിവകാർത്തികേയനും ചേർന്ന് ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ്. സിനിമയ്ക്ക് സാധാരണ പ്രൊമോഷനായിട്ട് ചെയ്യുക ഒരു സോങ് റിലീസ് ആയിരിക്കും. എന്നാൽ ഇവിടെ നെൽസൺ ചെയ്യുന്ന കാര്യം സോങ്ങിന് മുമ്പേ ഒരു പ്രോമോ റിലീസ് എന്ന ട്രെൻഡ് തന്നെ നെൽസൺ ഉണ്ടാക്കിയെടുത്തു. അതിൽ നെൽസന് വേറെ ആരെയും സഹായം വേണ്ടി വന്നില്ല, നെൽസൺ തന്നെ അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ ഇറങ്ങി, ഡോക്ടർ. ഇത്തവണയും നമ്മളെ എല്ലാവരെയും നെൽസൺ ഞെട്ടിച്ചു. അത്രയും നാളും കോമഡി കഥാപാത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ശിവകാർത്തികേയനെ നമ്മൾ ഡോക്ടറിൽ എത്തിയപ്പോൾ കണ്ടത് അധികം സംസാരിക്കാത്ത സ്റ്റിഫായ ഒരു ഡോക്ടർ ക്യാരക്ടറിലാണ്, ഒരു പട്ടാളക്കാരനായിട്ടാണ്. നെൽസന്റെ നായകന്മാർക്ക് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടാവും. അവരധികം സംസാരിക്കില്ല, വളരെ കുറച്ച് മാത്രം സംസാരിക്കും. എപ്പോഴും നേരെ നോക്കി നടക്കുന്നവരായിരിക്കും. നെൽസന്റെ ഫ്രെയിമുകൾക്ക് നമുക്ക് ആ പ്രത്യേകത കാണാൻ പറ്റും. എപ്പോഴും സെൻട്രൽ ഫ്രെയിമിംഗ് ആയിരിക്കും നെൽസന്റെ സിനിമയിൽ. മെയിൻ കഥാപാത്രം ഫ്രെയിമിന്റെ സെൻട്രൽ തന്നെ ഉണ്ടാവും. അത് ജയിലർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ബീസ്റ്റ് ആണെങ്കിലും അവസാനം ഇറങ്ങിയ ജയിലറിലാണെങ്കിലും നമുക്ക് നായകനെ ഫ്രെയിമിന്റെ സെൻട്രലിൽ തന്നെ കാണാൻ പറ്റും. അത്തവണയും നെൽസൺ ഞെട്ടിച്ചു. അതും ഒരു സൂപ്പർ ഡ്യൂപ്പർ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറി. ഡോക്ടറിന് ശേഷം നെൽസന്റെ അടുത്ത പ്രൊജക്ട് വന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റാറായ തളപതി വിജയുമായിട്ടായിരുന്നു, ബീസ്റ്റ്. അനൗൺസ്മെന്റ് തൊട്ടേ പടത്തിന്റെ ഹൈപ്പ് അതിന്റെ മാക്സിമത്തിലായിരുന്നു. കാരണം ഒരു സ്ഥലത്ത് വിജയ്, മറുസ്ഥലത്ത് ഹിറ്റുകൾ മാത്രം കൊടുക്കുന്ന നെൽസൺ. ഇവർ തമ്മിൽ ഒന്നിക്കുമ്പോൾ തിയേറ്ററിൽ ഒരു മെഗാ ഡ്യൂപ്പർ ഹിറ്റ് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു. ഫസ്റ്റ് ഡേ ഷോ വന്നു, എല്ലാവരും പടം കാണാൻ പോയി. പക്ഷേ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം എല്ലാവരും ഞെട്ടിക്കുന്നതായിരുന്നു. സിനിമയ്ക്ക് ആദ്യ ഷോ മുതലേ നെഗറ്റീവ് റിവ്യൂസ് ആണ് വന്നിരുന്നത്. അതുവരെ നെൽസനെ വാഴ്ത്തിയവരെല്ലാം നെൽസനെ കളിയാക്കുകയും പടം കൂപ്പുകുത്തുകയും ചെയ്തു. എന്തിനാണ് നെൽസൺ ഇങ്ങനെ ഒരു പടം ചെയ്തത്? അതുവരെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ഡയറക്ടർ എന്ന പേരുള്ള നെൽസൺ ഒറ്റ പടം കൊണ്ട് അദ്ദേഹത്തിന്റെ കരിയർ നേരെ താഴോട്ട് പോയി. ഇതിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ ജയിലർ അനൗൺസ്മെന്റ് വന്നതായിരുന്നു. ആ സിനിമ നിന്നു പോകും എന്നൊരു സ്റ്റേജ് വരെ എത്തി. അപ്പോഴും നെൽസനെ വിശ്വസിച്ചത് ഒരേ ഒരാൾ മാത്രം, രജനീകാന്ത് ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ എഫേർട്ടുകളും എല്ലാ പരിശ്രമങ്ങളും ജയിലറിലേക്ക് അദ്ദേഹം മാറ്റിവെച്ചു. അങ്ങനെ ആ സിനിമ ഇറങ്ങി. നഷ്ടപ്പെട്ടതെല്ലാം ആ ഒറ്റ സിനിമ കൊണ്ട് നെൽസൺ നേടിയെടുത്തു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദി ബ്ലോക്ക് ബസ്റ്ററായി ജയിലർ മാറി. ഇന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ജയിലർ 2 ഇറങ്ങാനായി അണിയറയിൽ ഒരുങ്ങുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. നെൽസൺ എന്ന ഡയറക്ടർ ജയിലർ 2 നമുക്കായി എന്ത് മാജിക്കാണ് കരുതി വെച്ചേക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം.